യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിലേക്ക് സ്വാഗതം. ഇത് നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ കടന്നു വരുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും തക്കവണ്ണം ദൈവം നമുക്ക് നൽകിയ ഈ നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ വേദവചന ചിന്തയ്ക്കായി നമുക്ക് സങ്കീർത്തന പുസ്തകം 34 അധ്യായം 4 വാക്യം വായിക്കാം. ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരം അരുളി, എൻ്റെ സകല ഭയങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു. ഈ സങ്കീർത്തനം ഇസ്രയേലിലെ വളരെ ശക്തനായിരുന്ന രാജാവ് ദാവീദ് രാജാവിനാൽ ചമയ്ക്കപ്പെട്ടതാണ്. ദൈവത്തിൻ്റെ പ്രവാചകനായിരുന്ന ശമൂവേലിനാൽ രാജകീയ അഭിഷേകം ചെയ്യപ്പെട്ടവനായി. എന്നാൽ ആ നിമിഷം മുതൽ അന്നത്തെ രാജാവായിരുന്ന ശൗൽ രാജാവിനാൽ പിന്തുടരപ്പെട്ടതായ വ്യക്തിയായിരുന്നു ഈ ദാവീദ്. നമുക്കറിയാം, പലപ്പോഴും ശൗൽ ദാവീദിനെ കൊല്ലുവാനാണ് പരിശ്രമിച്ചിരുന്നത്. കാരണം ശൗലിനുണ്ടായിരുന്ന അസൂയ നിമിത്തം. രാജകീയ അഭിഷേകത്താൽ നിറഞ്ഞതായ ഒരു വ്യക്തിയാണെങ്കിലും തൻ്റെ മുൻകാല ചരിത്രങ്ങളിൽ ദൈവം അവൻ്റെ മേൽ പകർന്നതായ അഭിഷേകത്താൽ സിംഹത്തെയും കരടിയെയും വലിച്ചു കീറിക്കൊന്നതായ അനുഭവങ്ങളും, അതുപോലെ ഇസ്രയേലിനെ വെല്ലുവിളിച്ചതായ ഗോലിയാത്തിൻ്റെ വെല്ലുവിളികളെയും ഒക്കെ വിജയിച്ചതായ ഈ ദാവീദ് പക്ഷേ പലപ്പോഴും ഭയത്തിൻ്റെ പിടിയിൽ അമർന്നിരുന്നു. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, മിക്ക ആളുകളും ഭയത്തിന് അടിമകളാണ്. ഒരുപക്ഷെ നമ്മൾ അവരെ കാണുന്നത് വലിയവരായിട്ടായിരിക്കാം, അവരുടെ പദവി വലുതായിട്ട് നമുക്ക് തോന്നാം, അവരുടെ സാമ്പത്തികം വളരെ വലുതായിട്ട് നമുക്ക് തോന്നാം. പക്ഷേ പച്ച പരമാർത്ഥം ഇതാണ്, പലരും ഭയത്തിന് അടിമകളാണ്. ജീവിതത്തിൽ എന്തിനെയോ അവർ ഭയപ്പെടുന്നു. ചിലർക്ക് മരണത്തെ ഭയം, ചിലർക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമോ എന്നുള്ളതായ പേടി. ചുരുക്കം പറഞ്ഞാൽ പുറത്തു പറയാനാകാത്ത വിധം പലരും ഭയത്തിന് അടിമകളാണ്. അത് ഏറ്റവും താഴെ കിടക്കുന്ന മനുഷ്യർ മുതൽ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന ആളുകൾ വരെ ഭയത്തിന് അടിമകളാണ്. പക്ഷേ എങ്ങനെ നമുക്ക് ഭയത്തിൽ നിന്നും വിടുതൽ പ്രാപിക്കാൻ കഴിയും എന്നുള്ളതാണ് ദാവീദിൻ്റെ അനുഭവത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ദാവീദിൻ്റെ പ്രത്യേകത എന്താ? ദാവീദ് താൻ രാജാവാണെങ്കിലും ദാവീദ് ദൈവത്തെ ശരണമാക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? ദാവീദ് തൻ്റെ കാര്യങ്ങൾ മുഴുവനും ദൈവത്തോട് സംസാരിക്കുമായിരുന്നു. ഒരു സുഹൃത്തിനോട് സംസാരിക്കുന്നത് പോലെ ദാവീദ് സംസാരിക്കുമായിരുന്നു. നമുക്കറിയാം, നമ്മുടെ ഒരു സുഹൃത്ത് നല്ല സ്വാധീനമുള്ളൊരു വ്യക്തിയാണെങ്കിൽ, കഴിവുള്ളവനായ വ്യക്തിയാണെങ്കിൽ, നമ്മെ സഹായിക്കാനും നമ്മെ രക്ഷിക്കാനും കഴിവുള്ള വ്യക്തിയാണെങ്കിൽ നമ്മൾ ആ വ്യക്തിയെ ആശ്രയിക്കുകയും നമ്മൾ ആ വ്യക്തിയിൽ വിശ്വസിക്കുകയും ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധി വേളകളിലും ആ വ്യക്തിയെ നമ്മൾ ആശ്രയിക്കുകയും ചെയ്യും. എന്നാൽ ദാവീദ് ആരിലാണ് ആശ്രയം വെച്ചത്? ദാവീദ് ദൈവത്തിലാണ് ആശ്രയം വെച്ചത്. ഇന്ന് നമുക്ക് ദൈവം തരുന്നതായൊരു സന്ദേശം, നാം ദാവീദിനെ പോലെ ആയിത്തീരണം. നമ്മുടെ ആശ്രയം മുഴുവനും നാം ദൈവത്തിൽ വയ്ക്കണം. പലരും ഭയത്തിന് അടിമകളാകുന്നതിന് കാരണം അവർ മനുഷ്യരിൽ ആശ്രയിക്കുന്നതുകൊണ്ടാണ്. പക്ഷേ ദൈവത്തിൽ നാം ശരിയായി ആശ്രയിച്ചാൽ നാം ഒന്നിനെയും ഭയപ്പെടത്തില്ല. നാളുകളിൽ നിങ്ങൾ എങ്ങനെ അഭിമുഖീകരിക്കുമെന്ന് നിങ്ങൾ ഭയപ്പെടുന്ന വ്യക്തിയാണോ? നാളത്തെ ദിവസം നിങ്ങൾ എങ്ങനെ അഭിമുഖീകരിക്കും? നിങ്ങളുടെ മക്കൾ എങ്ങനെയായിത്തീരും? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഭയപ്പെടുമ്പോൾ നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കണം. ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ നമുക്ക് എന്താ ലഭിക്കുമെന്നറിയാമോ? നമുക്ക് സമാധാനം ലഭിക്കും. നമുക്കറിയാം, നമ്മൾ ഇപ്രകാരം കഴിവുള്ളതായ സ്വാധീനമുള്ളതായൊരു വ്യക്തിയെ നമ്മൾ ആശ്രയിച്ച് അദ്ദേഹത്തോട് എന്തെങ്കിലും കാര്യം പറയുമ്പോൾ ആ വ്യക്തി നമ്മളോട് പ്രതികരിക്കുന്നത് ഇപ്രകാരമായിരിക്കും: സഹോദര അല്ലെങ്കിൽ സഹോദരി, ഭയപ്പെടേണ്ട, പ്രയാസപ്പെടേണ്ട, ഞാൻ നോക്കട്ടെ, എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും എന്ന് പറയുമ്പോൾ നമുക്കെന്തൊരു ആശ്വാസമാണ്. ഇതിനേക്കാൾ ഏറെ ആശ്വാസമാണ് നമുക്ക് ദൈവത്തിൽ നിന്ന് ലഭിക്കുന്നത്. എന്താണ് നമുക്ക് ദൈവത്തിൽ നിന്ന് ലഭിക്കുന്നത്? ദൈവം നമുക്ക് സമാധാനം തരും, സ്വസ്ഥത തരും. എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും ഞാനിത് അനുഭവിക്കാറുണ്ട്. ദൈവത്തോട് കാര്യം പറഞ്ഞു കഴിയുമ്പോൾ, ദൈവത്തെങ്കിൽ കാര്യം പരിമേൽപ്പിച്ച് കഴിയുമ്പോൾ എന്തെന്നില്ലാത്തൊരു സമാധാനവും നിയന്ത്രണവും എൻ്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവിക്കാൻ കഴിയും. അത് അനുഭവിക്കുമ്പോഴേ എനിക്ക് മനസ്സിലാകും ദൈവം കാര്യം ഏറ്റെടുത്തെന്ന്. ഇനി അതങ്ങോട്ട് പറയട്ടെ, ദാവീദിനെ പോലെ നമുക്കും പറയാം, ഞാൻ എൻ്റെ ദൈവത്തോട് എൻ്റെ കാര്യം പറഞ്ഞു. നമുക്ക് ദാവീദിനെ പോലെ ദൈവത്തോട് പറയാം, ദാവീദിനെ പോലെ യഹോവയോട് അപേക്ഷിക്കാം. ദൈവം നമുക്ക് ഉത്തരം തരാതിരിക്കത്തില്ല, ദൈവം ഉത്തരം തരും. എങ്ങനെയാണ്? നമ്മുടെ സകല ഭയങ്ങളിൽ നിന്നും നമ്മെ വിടുവിക്കുക വഴി. ഈ വാക്യത്തിൻ്റെ സന്ദർഭം
ഗത്ത് രാജാവായ ആഖീഷിൻ്റെ അടുക്കൽ ദാവീദ് ചെന്നപ്പോൾ പിടിക്കപ്പെടും, കൊല്ലപ്പെടും എന്നുള്ള ഭയം വന്നപ്പോഴാണ് ദാവീദ് ഈ സങ്കീർത്തനം ചമയ്ക്കുന്നത്. അവിടെ വെച്ച് ദൈവം അവനെ ബലപ്പെടുത്തുകയും എങ്ങനെ അവിടെ പെരുമാറണമെന്ന് വ്യക്തമായ ഒരു നിർദ്ദേശം ദാവീദിന് ലഭിക്കുകയും ദാവീദ് അതിനനുസരിച്ച് ക്രമീകരിക്കപ്പെടുകയും ചെയ്തപ്പോൾ ആ ആഖീഷ് രാജാവിൻ്റെ കയ്യിൽ നിന്നും ദാവീദ് വിടുവിക്കപ്പെടാനിടയായി തീർന്നു. വേദപണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ ഈ സങ്കീർത്തനം എഴുതുന്നത് ഒരു ഗുഹയിൽ വെച്ചാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ, ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധിയിലും ദൈവം നമ്മോടുകൂടെയുണ്ട്. അവൻ നമ്മെ വിടുവിക്കും. പക്ഷേ നാം ദൈവത്തിൽ ആശ്രയിക്കണം. നാം അവനോട് അപേക്ഷിച്ചാൽ അവൻ നമ്മെ സകല ഭയങ്ങളിൽ നിന്നും വിടുവിക്കുവാൻ ഇടയായിത്തീരും. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം. ജീവിതത്തിൽ പല വിഷയങ്ങളിലും ഭയത്തോടുകൂടെ ജീവിക്കുന്ന ആരെങ്കിലും ഇന്ന് ഈ സന്ദേശം കേൾക്കുന്നുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൽ ദൈവത്തെ ആശ്രയിപ്പാനും ദൈവത്തിലുള്ള ആശ്രയ നിമിത്തം ദൈവിക സമാധാനവും സ്വസ്ഥതയും ഭയത്തിൽ നിന്നുള്ള വിടുതലും അവർക്ക് കൊടുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിൽ നിങ്ങൾക്ക് ഞങ്ങളെ വിളിക്കാവുന്നതാണ്. ഈ ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായി തീർന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. തുടർന്നും നമുക്ക് ഒരുമിച്ച് ആത്മീയമായ കാര്യങ്ങളിൽ സഹകരിക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. God bless you all. Thank you for watching Morning Dew. Kindly tuned up for next day messages.